ഹായ്. രാവിലെ തന്നെ ഞങ്ങൾ പുനലൂരോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ്. പോകണമെന്ന് ഇന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ലായിരുന്നു. രാവിലെ എണീച്ചപ്പോൾ എന്നോട് ചോദിച്ചു, നമുക്ക് പുനലൂർ പോയാലോ എന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം ഞാൻ വെറുതെ വീട്ടിലിരിക്കുവാണല്ലോ, എനിക്ക് എങ്ങോട്ടെങ്കിലും പോയാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ പമ്പിൽ പോയി ഞങ്ങൾ എണ്ണയൊക്കെ അടിച്ച് പൈസ എടുത്ത് വീശണം നോക്കിയാൽ എന്നിട്ട് ഞങ്ങൾ നേരെ കടയിലേക്ക് വന്നു. ഇത് ഞങ്ങളുടെ അമ്മയുടെ കടയാണ്. ഇതാണ് എൻ്റെ അമ്മ. ആ നോക്കിയത് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? പോരാളി വലിയൊരു ചിന്തയിലായിരുന്നു. രാവിലെ ഞാൻ വന്ന് എന്നെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാമല്ലോ, പക്ഷേ അത് നടന്നില്ല. അങ്ങനെ പോരാളി കുറച്ച് ദേഷ്യപ്പെട്ട് നിൽക്കുക. അതൊക്കെ കഴിഞ്ഞ് അമ്മയടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞ് നേരെ ഞങ്ങൾ അച്ഛച്ചൻ്റെ വസ്തുവിലോട്ട് പോയി. അവിടെ ചെന്ന് പണിക്കുള്ള സാധനങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് തിരിച്ചിറങ്ങി. എനിക്കൊന്നാണ്ടില്ലേ. ഇതിൽ ശരിക്കും ഒരു വോയിസ് ഉണ്ടായിരുന്നു, നീ എന്താടി ഒറ്റഴഞ്ഞ് വരുന്ന കണക്ക് വരുന്നതെന്ന്. അതിനും ഒരു കാരണമുണ്ട്. കാരണം എൻ്റെ ചെരുപ്പ് പൊട്ടിയിരിക്കരുത്. കാലിട്ട് വലിച്ചഴിച്ച് എനിക്ക് നടക്കാൻ പറ്റും. പിന്നെ ചെരുപ്പൊക്കെ ശരിയാക്കി ഞങ്ങൾ നേരെ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോയി. ചേട്ടൻ കിലൻ്റെ വീട്ടിലോട്ട് പോയി. അവിടെ ചെന്ന് ഹെൽമെറ്റ് എടുക്കാനുണ്ടായിരുന്നു. എൻ്റെ ചേട്ടൻ എല്ലാം സമയത്തേ ചെയ്യാറുള്ളൂ, കാരണം അത് ഒരു വൈബാണല്ലോ. അവിടെ നിന്ന് പിന്നെ ഇറങ്ങി നേരെ ഞങ്ങൾ ഒരു കോഫി കുടിക്കാൻ പോയി. ഞാൻ മാത്രമേ കുടിക്കത്തുള്ളൂ. കോഫിയും കുടിച്ചു, കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അത് പുനലൂരോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാനായിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങി നേരെ പാരിപ്പള്ളി വഴി അങ്ങോട്ടേക്ക് പോകാനായിട്ട് വണ്ടി തിരിച്ചു. ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെ എന്തെങ്കിലും ഓർമ്മിപ്പിക്കണം എന്ന് നമ്മൾ ഭർത്താക്കന്മാരോട് പറഞ്ഞാൽ അവർ ഉറപ്പായിട്ടും അത് ചെയ്യില്ല. കാരണം അവർക്ക് അവരുടെ സാധനങ്ങൾ പോലും എവിടെ ഇരിക്കുമെന്ന് ഓർമ്മ ഉണ്ടാവില്ല. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കൊറിയറിൽ പോയി അവിടെ ചെന്ന് ഒരു സാധനം മേടിക്കാനുണ്ടായിരുന്നു. സെൽഫി സ്റ്റിക്ക്. അതും മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പുള്ളി ഹബ്ബിലോട്ട് കയറിപ്പോയത് വേറെ ഒന്നും കൊണ്ടല്ല, പുള്ളി അവിടെ മുന്നേ ജോലി ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് അവിടെ കയറിപ്പോയത്. പോയിട്ട് നേരെ ഇറങ്ങി ഞങ്ങൾ വന്നു. അൺബോക്സിങ് തുടങ്ങി. ഓരോ സാധനങ്ങൾ ഏറ്റെടുത്ത് കാണിക്കുന്നുണ്ട്. അൺബോക്സിങ് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ എല്ലായിടത്തും പിരുത്ത് കാണിക്കുന്നു. ഇതറങ്ങുന്ന എന്ത്? ഇതാണ് നമ്മുടെ സ്റ്റിക്ക്. സാധനം സൂപ്പറായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞാണ് ഞാൻ ഫുൾ വ്ളോഗ് ഇതുവഴിയാണ് എടുക്കാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു. ഫോൺ ഊരി അങ്ങനെ താഴെ പോയാലോ, കാരണം പോയാൽ വേറെ ഇല്ല. 2 ഫോണുണ്ടായിരുന്നു, ഇപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. കാരണം മറ്റേ ഫോൺ തറയിൽ വീണ് പൊട്ടി. അതും ഇനി ശരിയാക്കണം. അൺബോക്സിങ് ഒക്കെ കഴിഞ്ഞ് എന്തൊക്കെയാണ് തോത്തി കയറ്റുന്ന അതൊക്കെ കഴിഞ്ഞ് ഫോണൊക്കെ ഫിറ്റ് ചെയ്ത് ഞങ്ങൾ വീഡിയോ എടുത്ത് തുടങ്ങി. കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. അത് കിടന്ന് വിറയ്ക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പേടിച്ചിട്ടാണ്, താഴെയെങ്ങാനും പോയാലോ. പിന്നെ ധൈര്യം തന്ന കൂടെ തന്നെ കൊണ്ടു നടക്കാൻ ഒരാളുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഞാനങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമായിരുന്നു. നിങ്ങൾ ഈ സ്ഥലങ്ങളൊന്നും കണ്ട് കൂടുതൽ നോക്കണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിതൊന്നും എടുക്കുന്നത് വ്ളോഗിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയും വേറൊരു കാര്യം കൂടെ. കാരണം എൻ്റെ ചേട്ടന് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലം ഓർമ്മയെ കാണത്തില്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഫോൺ എടുത്ത് കൈ തന്നിട്ട് എടുക്കടി നീ എടുക്ക് എന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ എടുത്ത് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ സ്ഥലങ്ങളെത്തുമ്പോഴത്തേക്ക് പാറകൾ കാണുമ്പോൾ ഞാനത് സൂം ചെയ്യും. കാരണം പാറകൾ പണ്ട് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. നല്ല വെയിലായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. ആ കട കണ്ട ഈ കട കണ്ടെന്ന് പറഞ്ഞ് എല്ലാ കടയിലും എന്നെ കൊണ്ട് കാണിച്ചിട്ട് വെള്ളം മേടിച്ചിരുന്നില്ല. പോയി കുറേ ദൂരം എത്താറായപ്പോഴത്തേക്കാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എടി നമുക്ക് ഒരു പകുതി ഭാഗമൊക്കെ ആകുമ്പോൾ വെള്ളം മേടിക്കാം, അതല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിയെല്ലാം വെള്ളം മേടിച്ച് കുടിച്ചു പോകണമെന്ന്. ഇന്നലെ നല്ല വെയിലായിരുന്നു. എന്താണെന്ന് അറിയാൻ വയ്യ. ഇന്നലെ മീൻസ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് ഫെബ്രുവരി 14 പിറ്റേന്നാണ് കേട്ടോ. കാരണം ഇന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഓക്കെ, ബാക്ക് ടു ദ ടോപ്പിക്. നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചേച്ചിയുടെ വീട്ടിലോട്ടാണ്. അവിടെ ഒരു കുഞ്ഞു കുരിപ്പുണ്ട്, അതിനെ കാണാനാണ് നമ്മൾ പോകുന്നത്. വണ്ടി ഇടിക്കരുത്, എൻ്റെ ചേട്ടൻ മണ്ടേ റൈഡറാ. അങ്ങനെ ചേച്ചിയുടെ കൊച്ചിനോട് കൊണ്ടുപോയിട്ട് 3 മാസമായി. കാരണം പ്രസവമൊക്കെ പെണ്ണിൻ്റെ വീട്ടിലാണല്ലോ. അങ്ങനെ അവിടെ കൊണ്ടുപോയേക്കുവാണ്. തിരിച്ചു വരാൻ ഇനി അടുത്ത മാസം. അങ്ങനെ ഞങ്ങൾ കൊച്ചിനെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ്. വണ്ടിയിലിരുന്ന് ഭയങ്കര സംസാരമായിരുന്നു. കാരണം നമുക്ക് അവിടെ പോയിട്ട് അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. കാര്യം അതിനടുത്താണ് തെന്മല റോസ്മലയൊക്കെ. റോസ്മലയിൽ പോയതൊരു കഥയുണ്ട്. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നീ റോസ്മല പോകാൻ വരുന്നു എന്ന്. ഞാനിപ്പോൾ കാണാമല്ലോ എന്നും പറഞ്ഞ് ചാടിക്കയറി വണ്ടിയിലെത്തി. അവിടെ ചെന്നപ്പോഴത്തേക്ക് കുന്ന് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ, എടി നമുക്ക് തിരിച്ച് വീട്ടിൽ പോയാലാ. ഞാനൊരു നോട്ടം നോക്കിയതേ ഉള്ളൂ, നമുക്ക് കയറിപ്പോയെന്നും പറഞ്ഞ് എന്നെ വിളിച്ചോട്ട് കയറിപ്പോയി. മേലോട്ട് കയറാൻ കുറച്ച് ദൂരം ബാക്കിയുള്ളപ്പോൾ എനിക്ക് പേടിയാവുന്നെന്നും പറഞ്ഞ് എന്നെയും വിളിച്ച് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ റോസ്മല അവിടെ തീർന്നതാണ്. ഇന്നലെ അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്നോട് പറയുന്നു, നമുക്ക് റോസ്മല ഒരു ദിവസം കൂടെ പോയാലോ. ഞാൻ പിന്നെ ഒന്ന് പറഞ്ഞു, നമുക്ക് പിന്നെ ഇവിടെ പോകാനായാലും കുഴപ്പമൊന്നുമില്ലല്ലോ, വെറുതെ വീട്ടിയിരിക്കല്ലേ.
എനിക്ക് എത്ര തവണ ഇതുവഴി വന്നാലും ഈ സ്ഥലങ്ങളൊന്നും ഒരിക്കലും മടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞ സ്ഥലങ്ങളാണ് ഇവിടെയെല്ലാം. ഞങ്ങളുടെ ഇവിടെയും പച്ചപ്പും ഹരിതാഭമൊക്കെ ഉണ്ട്, പക്ഷേ എന്നാൽ അവിടെ കുറച്ച് കൂടുതലാണ്. കാരണം ഇവിടെ നമ്മൾ ഗ്രാമപ്രദേശം ആണെങ്കിലും അത്യാവശ്യം എന്തുവാ ഒരു ഹൈടെക് ആയിട്ടില്ല, എന്നാൽ ഭയങ്കര ഗ്രാമമല്ല എന്നുള്ളൊരിതാണ്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ ഓരോ ജംഗ്ഷൻ എത്തുമ്പോഴാണ് കുറച്ചെങ്കിലും ഒരിത് കാണുന്നത്. ബാക്കിയെല്ലാം സാധാ മലകളും കുന്നുകളും ഇപ്പം തന്നെ കണ്ടില്ലേ, തട്ട് തട്ടായിട്ട് തിരിച്ചിട്ടിരിക്കുന്ന പോലെയാണ് കാണുന്നത്. അതെല്ലാം നല്ല രസമായിരുന്നു കണ്ടുകൊണ്ട് പോകാൻ. ഞങ്ങളതുകൊണ്ട് പതുക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എടി നീ വീഡിയോ എടുക്കുകയല്ലേ, വോയിസ് ഒന്നും കൊടുക്കുമ്പോഴത്തേക്ക് എൻ്റെ ശബ്ദമൊന്നും ഇടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരമായിരുന്നു. ആ ദൂരെ കാണുന്ന മല നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങളത് കാണുന്നുണ്ടോ? ഡോർ ചോദിക്കുന്നത് ചോദിക്കേണ്ട അവസ്ഥ. ആ, അതാണ് ജടായുപ്പാറ. ജടായുപ്പാറയിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അതുകൊണ്ട് എന്തൊക്കെ പറന്നു പോകണം. പരുന്തൊക്കെ പറക്കുന്നുണ്ട്. അവിടെ കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തു, ഈ സ്ഥലത്തുള്ള ആളുകൾ എല്ലാവരും അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ടുണ്ടായിരിക്കുമെന്ന്. കാരണം എൻ്റെ സംശയം മാത്രമാണ്. കണ്ടില്ലേ എന്ത് ഭംഗിയായി എൻ്റെ മുകൾ വശം കാണാൻ. കുന്നുകളോട് എന്തോ ദേഷ്യമുള്ള പോലെ എവിടെയെങ്കിലും മല കണ്ട അപ്പോഴേ പറയും, നീ അങ്ങോട്ട് നോക്കണ്ട, നീ നോക്കിയാൽ നീ അപ്പോഴേ പറയും നിനക്ക് അവിടെ പോകണമെന്ന്. എനിക്ക് മലയിലൊക്കെ കയറുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ അധിക സ്ഥലങ്ങളിലൊന്നും അങ്ങനെ പോയിട്ടില്ല. ടൂർ പോകുമ്പോഴൊക്കെ പുറത്തോട്ട് പോയിട്ടുള്ളതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ജംഗ്ഷനെത്തി. ഒരു കടയിൽ കയറി വെള്ളം കുടിക്കാൻ. അവിടെ കയറിയത് വൻ കോമഡിയായിരുന്നു. നാരങ്ങ വെള്ളം മേടിച്ചില്ലെന്ന് പറഞ്ഞാണ് എന്നെ അതിനകത്ത് കൊണ്ടുപോയത്. എനിക്കൊരു സോഡ നാരങ്ങയും അവൾക്കൊരു നോർമലും എന്നും പറഞ്ഞാണ് കടയിൽ കയറി. അവിടെ ചെന്ന് അത് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നാരങ്ങ കാണുന്നില്ലെന്ന്. അങ്ങനെ അവർക്ക് വെള്ളം വേണ്ട, എനിക്ക് മാത്രം വെള്ളം മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു ലിച്ചി മേടിച്ചു തന്നു. ലിച്ചി ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റാണ്. അത് പൊട്ടിക്കാൻ പൊട്ട് വിരലിനൊന്നും ആരോഗ്യമില്ലല്ലേ. ഞാൻ നോക്കുന്നത് എന്താണെന്നറിയാമോ, പൊട്ടിക്ക് എന്തെങ്കിലും സാധനം അവിടെ ഇരിപ്പുണ്ടെന്നാണ്. അതിൻ്റെ മേലുള്ള പ്ലാസ്റ്റിക് കൂട്ടിങ്ങി പൊട്ടാൻ ഭയങ്കര പാടാണ്. കുറേ നേരം ഞാൻ നിന്ന് നോക്കി. കടിക്കരുത്. ഇത് പൊട്ടുന്നില്ലല്ലേ, ഞാൻ പൊട്ടിച്ചേരാം. ഉടനെ ആ ബൈക്കിൻ്റെ ചാവി എടുത്ത് കുത്തിപ്പൊട്ടിയാൽ പോടുന്നു. ഞാൻ അതിസാഹസികമായി അത് പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അപ്പോഴേ അത് കില്ലിൻ്റെ കൈ കൊടുത്തു. അവനത് കുറേ നേരമായിട്ട് പൊട്ട് പൊട്ടി. അത് പൊട്ടിച്ച് കൈ തന്നപ്പോഴത്തേക്കും ഞാൻ എന്തോ അത് ആരും പേടിക്കേണ്ട, കണ്ണിപ്പൊടി പോയതാണ്. ഞാൻ പിന്നെ ഒന്നുകൂടെ അത് കുത്തിയൊന്ന് ഓട്ടയിടാൻ നോക്കി. എല്ലാം കൂടെ പിച്ചിപ്പറിച്ച് കളയണമല്ലോ. അങ്ങനെ കുറേശ്ശെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ പിന്നെ വെള്ളം കുടിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ലിച്ചി ആയതുകൊണ്ടല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലിച്ചിക്ക് എപ്പോഴും നോക്കിയാലും ആ ടേസ്റ്റ് തന്നെ. ഇപ്പോൾ വിചാരിക്കും പിന്നെ ലിച്ചിക്ക് അതേ ടേസ്റ്റ് അല്ലേന്ന്. അങ്ങനെയല്ല, നമ്മൾ ചില വെള്ളങ്ങൾ ആദ്യമായിട്ട് കുടിക്കുമ്പോഴും പിന്നെ കുടിച്ച് വരുമ്പോഴും ടേസ്റ്റിന് വ്യത്യാസമുള്ള പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇതിന് ഇപ്പോഴും ഒരേ ടേസ്റ്റിന്. അങ്ങനെ ഞാൻ ആ വെള്ളമൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ക്യാമറയിലോട്ടല്ല കേട്ടോ നോക്കുന്നത്. അതവിടെ സ്റ്റാൻഡ് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ ബാക്കിലൊരു കണ്ണാടിപ്പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടിക്കകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അത് നോക്കിക്കൊണ്ട് നിന്ന് ഞാനത് വാങ്ങിച്ചു തരുമോ എന്നുള്ള പേടി കാരണം അവൻ എന്നെ മുഖത്തൊഴിച്ച് ആ റോഡിൽ കൂടെ പോയ എല്ലാ വണ്ടിയും നോക്കി. എന്നിട്ട് എന്നെ മാത്രം നോക്കില്ല. എന്നിട്ട് അവിടെ നിന്ന് പറയുക, നിനക്ക് വാങ്ങിച്ച് തരത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ വേണ്ട, ഞാൻ വെള്ളം കുടിച്ചോളാം, വെള്ളം ഞാനും തരത്തില്ലെന്ന് പറഞ്ഞു. കാരണം പുള്ളിക്ക് വെള്ളം കിട്ടിയില്ലല്ലോ. ബോട്ടിൽ വെള്ളം ഉണ്ടാകുമെന്ന് അറിയാനാണ് കുറേ നേരം ഞങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ നിന്നത്. പക്ഷേ അത് കിട്ടിയില്ല. ഒരു മിനറൽ വാട്ടറും മേടിക്കണമായിരുന്നു, അല്ലാതെ പുള്ളിക്ക് കുടിക്കാനോ അല്ലാത്തൊരു വെള്ളം മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് കിട്ടാത്തതുകൊണ്ട് പിണങ്ങി പോവുമല്ല, അങ്ങോട്ട് സൈഡിലോട്ട് പോയി നോക്കുക അവിടെ വേറെ വെള്ളം വല്ലതും ഉണ്ടോയെന്ന്. പിന്നെ അതൊന്നും ഇല്ലാന്ന് അറിഞ്ഞ് നേരെ തിരിച്ചു വന്നു. ഞാൻ പിന്നെ ചോദിച്ചു, പാവമല്ലേ എന്ന് വിചാരിച്ചു, വെള്ളം കുടിക്കാൻ വേണമെന്ന്. ചോദിക്കേണ്ട താമസം ഓടി വന്ന് വെള്ളം മേടിച്ച് മൊത്തം കുടിച്ച് തീർക്കാൻ നോക്കി. ഞാൻ പറഞ്ഞ പറ്റത്തില്ല, എനിക്കും കൂടെ കുറച്ച് വെള്ളം ബാക്കി വേണം. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും കടയിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്ന് കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇത്രയും ദൂരം ഇല്ലായിരുന്നു. എന്താ റോഡിന് വീതി കൂട്ടിയ. ഞങ്ങൾ കുറേയൊക്കെ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് പുള്ളിക്ക് അവസാനം ഭ്രാന്തെടുത്ത് പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, നീ കുറച്ച് നേരം വാടച്ച് വയ്ക്കൂ. പിന്നെ ഞാൻ പിന്നെ വായിക്കാതെ നാക്കിട്ടേക്കാത്തൊന്നും കുഴപ്പമില്ല. എപ്പോഴും ഒന്നും പോകാത്ത സ്ഥലമായതുകൊണ്ടായിരിക്കും ഒരുപാട് നാൾ കഴിഞ്ഞ് കാണുമ്പോൾ വീണ്ടും ഭംഗി കൂടിയതുപോലെ എനിക്ക് തോന്നാറുണ്ട്. കാര്യം ദൂരസ്ഥലങ്ങളിലൊന്നും അധികം പോകാറില്ല, എന്നാലും പോകുന്ന സ്ഥലങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം ബൈക്കിലാണ് പോകുന്നത്, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പോകുമ്പോൾ പുള്ളി സ്പീഡിന് പോകാറേ ഇല്ല, പതുക്കെയാണ് പോകുന്നത്. കാരണം കാണുന്നതെല്ലാം ആസ്വദിച്ച് പോകാമല്ലോ. ഞാൻ വീഡിയോ എടുക്കുന്നതിനും മുമ്പ് അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നതിനെക്കാട്ടി മുന്നേ ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങൾ സ്പെഷ്യലായിട്ട് കാണുമ്പോൾ ഞാൻ അതൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് വെക്കാറുണ്ടായിരുന്നു. ദേ അങ്ങോട്ട് നോക്കൂ, ഒരു മല, അതിൻ്റെ മണ്ടയിലൊക്കെ കയറാൻ പറ്റുമായിരിക്കും. എന്തോ ഒരു വീട് അതിൻ്റെ മണ്ടയിലൊക്കെ നിൽക്കുന്നു. ഒരു ദിവസം ഇങ്ങോട്ടൊക്കെ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ വന്നാൽ
ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഒരു 8 മണിയാവുന്നതിന് മുമ്പ് ഇവിടെ എത്തുന്ന രീതിക്ക് വരണം. കാരണം ഞങ്ങൾ എന്ന് അവിടെ നിന്ന് ഇറങ്ങിയാലും 12 മണി എന്നൊരു സമയമാവാതെ ഞങ്ങളിവിടെ എത്തിയിട്ടേ ഇല്ല. അങ്ങനെ റൈഡർ എത്താറായിരിക്കുന്നു. ഞങ്ങളിപ്പോൾ പുനലൂരായില്ല, ഒരു പകുതി ദൂരമായിട്ടുണ്ട്. എല്ലാ വീഡിയോയും ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, കാരണം എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് സമയമെടുക്കും. അവിടെ എത്തിയപ്പോഴത്തേക്ക് വഴിയിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ പണ്ടേ ബുദ്ധിമതിയായതുകൊണ്ട് എനിക്ക് വഴിയൊക്കെ ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു നേരെ പൊക്കോ. പുള്ളി പക്ഷേ കേൾക്കാറില്ല. കാരണം അതിനും ഒരു റീസൺ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു വട്ടം ഇതേപോലെ ഞങ്ങൾ പുനലൂർ പോകാൻ നേരത്ത് വഴി പറഞ്ഞു കൊടുത്തു. 2 കിലോമീറ്റർ മുമ്പേ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അതിന് മുമ്പുള്ള വളവിൽ നമ്മൾ വണ്ടി തിരിക്കണമായിരുന്നു. ഞാനാണ് വഴി പറഞ്ഞു കൊടുത്തത്. പിന്നെ വീഡിയോ എടുക്കാൻ എന്നെ ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേറൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഈ എടുക്കുന്ന വീഡിയോയിൽ നമ്മുടെ ഫോണിൽ തന്നെ കിടക്കുമല്ലോ. അടുത്ത വട്ടം വരുമ്പോഴത്തേക്ക് ഇത് നോക്കി വഴി അറിയാനാണ് ഈ എടുത്ത് വെക്കെന്ന് പറയുന്നത്. അല്ലാതെ വീഡിയോ എടുക്കുന്നതിന് ഭയങ്കര സപ്പോർട്ടായിട്ടൊന്നുമല്ല. പക്ഷേ സപ്പോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ലോങ് പോകുന്നതിൽ ഞങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അസുഖങ്ങൾ. കാരണം തൈപ്പ്യത്തിനെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. രാവിലെ ഇവിടെ അമ്പലം വരെ നടന്നിട്ട് തിരിച്ചു വന്ന് ഞങ്ങൾക്ക് 2 പേർക്കും തലവേദനയായിരുന്നു. പുള്ളിക്ക് പക്ഷേ വലിയ അസുഖങ്ങൾ വന്നാലും അധികം മരുന്ന് കഴിക്കുക, ആശുപത്രി പോവുക, ഇതൊന്നും ചെയ്യാറില്ല. പുള്ളിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങി എണീക്കുമ്പോൾ ക്ഷീണമല്ല എന്ന് പറയും. പക്ഷേ ഞാൻ അത് കണക്കല്ല. എനിക്ക് അസുഖം എന്ന് എഴുതി കാണിച്ചാൽ അപ്പോഴേ ഞാൻ ആശുപത്രി പോകണം. കാരണം പോയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എണീക്കില്ല. എനിക്ക് കറക്റ്റ് ടൈമിൽ വരുന്ന ഒരേ ഒരു അസുഖമാണ് മൈഗ്രെയിൻ. കാരണം അത് എപ്പോൾ വരും, എങ്ങനെ വരും എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. പക്ഷേ ഇന്നലെ നമ്മൾ അത്രയും ദൂരം പോയിട്ട് തിരിച്ച് വന്നിട്ടും വലിയ കുഴപ്പമില്ല. കാരണം ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പുള്ളിയുടെ ബാക്കിലിരിക്കുന്നുണ്ട്. എനിക്ക് അധികം വെയിലടിക്കത്തില്ല. കാരണം പുള്ളിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. വണ്ടിക്കകത്തിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വെയിലടിക്കത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ മാക്സിമം പോയാൽ 2 മണിക്കൂർ. അതിനുള്ളിൽ ആ വെയിൽ അടിച്ചിട്ട് ഞാൻ തിരിച്ച് തണലത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് രാത്രി ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റത്തില്ല. അത് ഷുവറാണ്. പിന്നെ ഇവിടെ മൈഗ്രെയിൻ്റെ ഗുളികയൊക്കെ മേടിച്ചിട്ടുണ്ട്. എനിക്ക് അത് കഴിച്ചാൽ അധികം മാറത്തില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകും, അത്രേ ഉള്ളൂ. ഇത്രയും നേരം പോയിട്ട് വെള്ളം കുടിക്കാത്തതിൻ്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അതാണ് വണ്ടി ഇങ്ങനെ സ്ലോയിൽ പൊക്കോണ്ടിരിക്കുന്നത്. കാരണം എവിടെയെങ്കിലും വെള്ളം കുടിക്കാൻ നിർത്തണം, എനിക്ക് വെള്ളം കുടിച്ചോളാം, വയ്യെന്നും പറഞ്ഞ് പോകുമായിരുന്നു. ബസ് ഞാൻ മറന്നുപോയി. എൻ്റെ ചേട്ടനൊരു റൈഡറാണ്. ഇതിനിടയ്ക്ക് അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്നെ കാണാനായിട്ട് ഉറക്കം വരുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ അവിടെ എങ്ങനെയെങ്കിലും ചെല്ലണം. അമ്മയ്ക്ക് എന്നെ എന്തെങ്കിലും ജോലി ഏൽപ്പിക്കണം. കാരണം ഞാൻ വെറുതെ ഇരിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. പോരാളിക്ക് എപ്പോഴും ഉള്ളതാണ്, എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയെന്ന്. അമ്മോ നീ അങ്ങോട്ട് പോകുന്നില്ലേ, നീ ഇങ്ങോട്ട് പോകുന്നില്ലേ. അതിലും നല്ലതാണ് എൻ്റെ ചേട്ടൻ. കാര്യം എന്താണെന്നറിയാമോ? പുള്ളിക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയും, അമ്മു നീ അത് ചെയ്തോ, നീ ഇത് ചെയ്തോ. വെള്ളം കുടിക്കുന്നുണ്ടല്ലോ. ഞാൻ നേരത്തെ വെള്ളം കുടിക്കാൻ തന്നിട്ട് എനിക്കൊരു തുള്ളി അത് നൈസായിട്ടങ്ങ് കുടിച്ച് തീർത്ത് നോക്കിയോ. ഇനി എൻ്റെ അടുത്ത് എന്തെങ്കിലും സാധനങ്ങൾ ചോദിച്ചോണ്ട് വരും, കാണിച്ചു തരാം ഞാൻ. അങ്ങനെ വണ്ടി എടുത്ത് ഞങ്ങൾ പിന്നെയും പോയി തുടങ്ങി. ഈ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആശ്വാസമുണ്ട്. അത് വേറൊന്നും കൊണ്ടില്ല, തണൽ തട്ടുമ്പോഴത്തേക്കുള്ളൊരു സുഖമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇത്രയും വെയിലടിച്ചിട്ട് നമ്മൾ തണലത്ത് പോയി നിൽക്കുമ്പോഴത്തേക്കുള്ളൊരു കാറ്റും, അയ്യോ, അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മൊമെൻറ്റ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. കില്ലിനൊരു സ്വഭാവമുണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോവാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സമയത്തൊരുങ്ങി ഇറങ്ങാതിരുന്ന 2 മിനിറ്റകം പുള്ളി ഇട്ട ഡ്രസ്സ് ഊരിക്കളഞ്ഞ് വീട്ടിലെ ഡ്രസ്സ് എടുത്തിട്ട് അവിടെ പോയി കിടക്കും. പിന്നെ എണീക്കത്തേയില്ല. അത് മിക്ക ആണുങ്ങളും അങ്ങനെ ആയിരിക്കും. വരാൻ മൊത്തം വൈദ്യുതി. അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോവാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സമയത്ത് റെഡിയായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കൊണ്ടുപോകത്തില്ല. ഓക്കെ, ഗോട്ട് ഇറ്റ്? യാ. അപ്പോൾ നമ്മളെ സ്ഥലത്തോട്ട് എത്താറായിട്ടുണ്ട്. ഇതുവഴി നേരെ കയറി ചെല്ലുന്നതാണ് ചേച്ചിയുടെയൊക്കെ വീട്. കുറച്ച് കുന്നൊക്കെയാണ്, എന്നാലും ആ സ്ഥലം കാണാൻ നല്ല രസമാണ്. പോയി കയറി ചെന്ന് നമ്മൾ ആദ്യം കാണുന്നത് അവരെ വീടല്ല. കാരണം അത് വേറെ ആരുടെ വീടാണ്. നമ്മളിപ്പോൾ കയറി ചെന്ന് ആ വളവ് തിരിഞ്ഞ് താഴേക്ക് ഇറങ്ങണം. ഈ വളവല്ല, അടുത്ത വളവ്. അത് തിരിഞ്ഞ് താഴേക്ക് ഇറങ്ങുന്നതാണ് ചേച്ചിയുടെയൊക്കെ വീട്. ഞങ്ങളെ മെയിൻ ഉദ്ദേശം അവിടെ പോകണം, അവനെ കരയിക്കണം. നുള്ളിയൊന്നും നമ്മൾ കരയിക്കില്ല, പക്ഷെ ഉറങ്ങി കിടക്കുന്ന അവനെ നമ്മളെ വിളിച്ചോണത്തെ നമ്മൾ കരയിച്ചിരിക്കും. ശരിക്കും പറഞ്ഞാൽ കൊച്ചിനെ കരയിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, അവൻ കരയുന്ന കേൾക്കാൻ നല്ല രസമാണ്. കിടന്നുറങ്ങുന്നുണ്ടല്ലേ, എണീക്ക്. മിഷൻ സക്സസ്. അവനെ എങ്ങനെയൊക്കെയോ നമ്മൾ നുള്ളി എണീപ്പിച്ച് കരയിപ്പിച്ച്. അവൻ കുറച്ച് നേരം കരയും, പിന്നെ കുറച്ച് നേരം നിർത്തും.
പിന്നെ കുറേ കഴിഞ്ഞ് അവൻ ചിന്തിക്കും, നീയൊക്കെ ഏതാടാ, ഞാൻ വയറ്റിൽ കിടന്നപ്പോഴേ നിൻ്റെയൊക്കെ ശല്യം സഹിക്കാനായിരുന്നു, വണ്ടി വിളിച്ച് ഇവിടെ വന്ന് എന്നെ കരയിക്കാൻ നിൽക്കുന്ന എന്താ നോക്കുന്നുണ്ടല്ലേ, നീയൊക്കെ പോകുന്നുണ്ടോ അതോ ഞാൻ വീണ്ടും കരയണോ എന്നുള്ളൊരു മട്ടായിരുന്നു അവന് നമ്മളവിടെ ചെന്നപ്പോൾ. പിന്നെ അമ്മ ഞങ്ങൾക്ക് ഫുഡൊക്കെ തന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല സൂപ്പർ ഫുഡായിരുന്നു. വയറൊക്കെ നിറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി താഴെ വന്നപ്പോൾ ഈ ഒരു വീട് കണ്ടു. ശരിക്കും പറഞ്ഞാൽ ആ പൂ നിൽക്കുന്നത് ആ വീടിന് നല്ല ഭംഗിയായിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ തൂക്കുപാലത്തിലേക്ക് വന്നു. അവിടെ വന്നപ്പോഴത്തേക്കാണ് ആ ചതി ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം ഇവിടെ നിൽക്കാൻ തണലില്ല. ഞങ്ങൾ നടന്ന് ഒരു തണലിൻ്റെ അടുത്തെത്തിയപ്പം അവിടെ നിറച്ചാളും. പിന്നെ ഞങ്ങൾ പോയി അവിടെ ഒരു കസേരയിലിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ ഫോട്ടോസ് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം. അത് നല്ല സൂപ്പർ ഫോട്ടോയൊന്നുമല്ല, വെയിലത്തെടുത്ത ഫോട്ടോയല്ലേ, അതിനതിൻ്റേതായ ഭംഗിയേ കാണത്തുള്ളൂ. പിന്നെ അതൊക്കെ കണ്ട് സമാധാനമായി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോയപ്പോഴത്തേക്ക് അതിൽ നിന്നും വരാനാണ്. കാരണം രാവിലെയുള്ള ജോലിയെല്ലാം അവിടെ ഇട്ടിട്ടായിരുന്നു ഞാൻ പോയത്. ഞാനങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ പോരാളി വീണ്ടും വിളിക്കുന്നത്. എന്തിനാണ് കവറ് മേടിച്ചുകൊണ്ട് ചെല്ലാൻ. കാരണം ഞാൻ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് മമ്മിക്ക് ഒട്ടും സഹിക്കില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞു, അമ്മ എന്നെ കൊണ്ടുപോയി, കാരണം എനിക്ക് ഇനി നിൽക്കാനുള്ള ആവതില്ല, ഇനി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി. ഇത്ര ക്ഷീണമുള്ളവരെന്തിനു പോയി എന്നാരും ചോദിക്കരുത്, ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ആ ഫോട്ടോസ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഫോട്ടോ, പിന്നെ ഇതാണ് രണ്ടാമത്തെ ഫോട്ടോ. ഇത് കുറച്ച് ഭംഗിയുണ്ടല്ലേ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഫോട്ടോ, പിന്നെ ഇതാണ് നമ്മുടെ നാലാമത്തെ ഫോട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.